രക്ഷയില്ലാത്ത കല്ലുമ്മക്കായ കേട്ടോ. പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തൊരു വലിപ്പം ഇതിനല്ലേ. നമ്മൾ കണ്ണുവയ്ക്കാന്നൊക്കെ പറയാം, അങ്ങനെ പറയാണ്ടിരിക്കട്ടെ. ഇതിനിപ്പോൾ എത്ര കിലോ ഉണ്ടാവും സജീവൻ? 6 കിലോ ഉണ്ടാവും അല്ലേ? 6 അല്ല കേട്ടോ, ഇതൊരു വല്ലാത്ത ഇത് കയ്യിൽ നിൽക്കുന്നില്ല, അത്ര വലിയ വലിപ്പമാണ് ഇതിന്. ഇത് പാകമായി കഴിഞ്ഞു അല്ലേ? അല്ലേ, പാകമായിട്ടുണ്ടാവില്ലേ? കുറച്ചും കൂടി ഒരു വളർച്ച വരും അല്ലേ? ഇതാണ് കല്ലുമ്മക്കായയുടെ, നമ്മൾ കയറിൽ കെട്ടിയിട്ട് കല്ലുമ്മക്കായ കൃഷി ചെയ്യുമ്പോഴുള്ള കയ്യിൽ നിന്ന് പോകും കേട്ടോ. അത്രയ്ക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള അല്ലേ, നല്ല വെയിറ്റ് ഉണ്ട്. 6 കിലോ ഉണ്ടാവും. അപ്പോൾ ഇതിന് ഏകദേശം ഒരു കിലോയ്ക്ക് 200 രൂപ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ എടുത്ത് ഈ കല്ലുമ്മക്കായക്ക് ഏകദേശം 1200 രൂപ കിട്ടും. 2 മാസം മുതൽ 3 മാസമൊക്കെ ആകുമ്പോഴേക്ക് കല്ലുമ്മക്കായ പാകമായി വരണം. അപ്പോൾ ഈ കല്ലുമ്മക്കായക്ക് വേണ്ടിയിട്ട് പ്രത്യേക സ്കീമൊക്കെ ഉണ്ടോ ഈ പഞ്ചായത്തിൽ? കർഷകർക്ക് സ്കീമുണ്ട്, നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്കീമുണ്ട്. മാത്രമല്ല എനിക്കൊന്ന് ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സാധ്യതയാണ്. അതെ, ഒരു പടി ജനങ്ങളാണ് പിന്നെ ഇതിനെ ആശ്രയിച്ച് ഇപ്പോൾ കഴിയുന്നത്. നല്ല രീതിയിൽ ഇതിന്റെ കൂടെ ടൂറിസം ഒക്കെ നോക്കും. ഈ ചീനവലേ സജീവ് വന്നിട്ടുണ്ടാവുമല്ലോ കൊച്ചിയിൽ വരുമ്പോൾ ഈ ചീനവലയിലൂടെ പോകുന്നത് പോലെ മനോഹരമാണ്. രാവിലെ ഈ സ്റ്റേജുകൾക്കിടയിലൂടെയുള്ള ഈ തോണി യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ വലിയ പറമ്പ എന്ന് പറയുന്ന സ്ഥലം അങ്ങനെ വലിയ ടൂറിസം ഡെസ്റ്റിനേഷൻ ഒന്നും അല്ല, പക്ഷേ എങ്കിലും നിങ്ങൾ ടൂറിസം ടൂറിസം ഭൂപടത്തിൽ 32ാം സ്ഥാനത്തുണ്ട് ലോകത്ത്. എവിടെ? വലിയ പറമ്പ. അപ്പൊ ഇല്ല എന്നല്ല, ഉണ്ട് എന്നാണ് കേട്ടോ. അപ്പൊ 32 സ്ഥാനത്താണോ? സ്ട്രീറ്റ് ടൂറിസം പദ്ധതിയിൽ 10 പഞ്ചായത്തുകളിൽ സംസ്ഥാനത്ത് ഒന്നാണ് വലിയ പറമ്പ. സ്ട്രീറ്റ് ടൂറിസം 941 പഞ്ചായത്തുകളിൽ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി സർക്കാർ നടപ്പിലാക്കുന്നതിൽ തെരഞ്ഞെടുത്ത 10 പഞ്ചായത്തിൽ അറിയില്ലായിരുന്നല്ലോ. എനിക്കും കാര്യമായിട്ട് അറിയില്ലായിരുന്നു. കാര്യം വലിയ പറമ്പ എന്നുള്ളത് ലോക ഭൂപടത്തിൽ തന്നെ രേഖപ്പെടുത്തിയ സ്ഥലങ്ങളിൽ 32ാമത്തെ മസ്റ്റ് വിസിറ്റ് സ്ഥലങ്ങളിൽ ഒന്നാണ് വലിയ പറമ്പ അല്ലേ. സ്ട്രീറ്റ് ടൂറിസത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ 1ാമതാണ്. പക്ഷേ ഇപ്പോൾ പഞ്ചായത്തിന് ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനെ അത് മറികടക്കും ഈ ടൂറിസം വഴി. മാത്രമല്ല നിങ്ങൾ എത്തണം, ഈ മനോഹരമായ കാഴ്ചകൾ കാണണം. രാവിലെ ഈ ബണ്ടിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ ബണ്ടിന്റെ പ്രത്യേകത? 1991 വരെ ഈ പ്രദേശത്തെ ജനങ്ങൾ തോണിനെ മാത്രം ആശ്രയിച്ച് പോയൊരു ദ്വീപാണ് ഈ ഇടയിലക്കാട് ദ്വീപ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു രീതിയിലും നമുക്ക് മറുകരയുമായി ബന്ധപ്പെടാൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിനും മതജാതി ചിന്തകൾക്കും അതീതമായി ഈ നാടൊന്നാകെ ഒരു തീരുമാനമെടുത്തു. നമുക്ക് ചിലപ്പോൾ വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സം വരുമെങ്കിലും അതിനേക്കാൾ അപ്പുറമാണ് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത പ്രയാസം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ നാട്ടിലെ 300-നടുത്ത് വരുന്ന കുടുംബങ്ങൾ ഒന്നാകെ യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെ ഈ നാട്ടിലെ പുഴയിൽ നിന്ന് മണലും അത് ചാക്കുകൾ കെട്ടിവെച്ചുകൊണ്ട് മനുഷ്യനിർമ്മിതമായിട്ട് 91 നിർമ്മിച്ച ബണ്ടാണ് ഈ ഇടയിലക്കാട് ബണ്ട് എന്ന് പറയുന്നത്. മനുഷ്യനിർമ്മിതമാണ്, ജനകീയമായിട്ട് നിർമ്മിച്ചതാണ്. അതിനുശേഷം ഇതിന് ആദ്യമായിട്ടൊരു ഫണ്ട് ലഭിക്കുന്നത് അന്ന് ജില്ലാ കൗൺസിൽ നിലനിൽക്കുന്ന കാലത്ത് ഫണ്ടില്ലാതെയാണ് നിർമ്മിച്ചത്. ഫുള്ള് ജനങ്ങളുടെ പ്രയത്നവും അതിന്റെ എല്ലാം ഫണ്ടും എല്ലാം ആ രീതിയിലേക്ക്. നമ്മൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളെ കുറിച്ചും കേരളത്തിലെ ഗ്രാമങ്ങളെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന ഒന്ന്, ഒരു ജനകീയ വിഷയത്തിൽ അവർ കക്ഷി ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഒന്നിക്കും. അതിൻ്റെ ഒരു പ്രത്യേകതയാണ് കാസർഗോഡ് ഈ വലിയ പറമ്പയിലുള്ള ഇപ്പോൾ നമ്മൾ കണ്ട ഇടയിലക്കാടുള്ള ഈ ബണ്ട്. അപ്പോൾ സാധാരണക്കാരായ മനുഷ്യർ, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഈ രാമസേതുവിനെ കുറിച്ച് പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഒരു തരത്തിലുള്ള ലാഭമോഹങ്ങളും ഇല്ലാതെയാണ് രാമന് ലങ്കയിലേക്ക് പോകാൻ വേണ്ടി സേതു കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അണ്ണാറക്കുഞ്ഞടക്കം വന്ന് മണ്ണിൽ വീണ് പിന്നെ ആ മണ്ണ് കൊണ്ടുപോയി പാലം കെട്ടിയതെന്നാണ് കഥ. അങ്ങനെ അണ്ണാൻകുഞ്ഞിനെ രാമൻ കയ്യിലെടുത്ത് വെച്ചിട്ട് തലോടുമ്പോഴാണല്ലോ 3 വരകളുണ്ടായത് എന്നാണ് കുട്ടിക്കാലത്ത് നമ്മളെ മുത്തശ്ശിമാർ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെയൊരു സേതു ഇവിടെയുണ്ട്. ഇത് കഥയോ ഐതിഹ്യമോ ഒന്നുമല്ല, ഇത് യഥാർത്ഥത്തിൽ നടന്നതാണ്. മനുഷ്യരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ബണ്ട് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഉണ്ടാക്കിയ ബണ്ടിൽ 2 കരകൾ തമ്മിൽ ബന്ധിക്കുന്നു. 2 മനസ്സുകളും 2 മനുഷ്യ സമൂഹങ്ങളും തമ്മിൽ പരസ്പരം ബന്ധപ്പെടുന്നു അല്ലേ. എത്ര മനോഹരമായ കഥയാണ്. അപ്പോൾ നമ്മൾ ഈ പരസ്പരം വിദ്വേഷവും ഈ പറയുന്ന മതചിന്തകളും ഒക്കെ കൊണ്ട് വ്യത്യസ്തങ്ങളായി മനുഷ്യരെ കാണാതെ ഒരുമിച്ച് നിൽക്കുക, സ്നേഹത്തിൻ്റെ ബണ്ട് കെട്ടുക.